ഹായ് ഓൾ, ഞാൻ ഡോക്ടർ പി മനിഷാദ്, സൈക്കാട്രിസ്റ്റാണ്, കാസർഗോഡുകാരനാണ്. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു. അദ്ദേഹത്തിന് നമ്മുടെ അടുത്തുള്ള ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിസിഷ്യൻ റെഫർ ചെയ്തായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് അസ്വസ്ഥത ഉള്ളത് ശ്വാസത്തിനാണ്. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നെഞ്ഞെടുപ്പ് വരുന്നുണ്ട്, എനിക്ക് തൊണ്ട ഉണങ്ങുന്നുണ്ട്, എനിക്ക് ഞാനിപ്പോൾ എന്തോ ബുദ്ധിമുട്ട് പറ്റി ഞാനിപ്പോൾ മരിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് മാനസികപരമായിട്ടുള്ള അസുഖമില്ല ഡോക്ടറെ. ഞാൻ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ കാണിക്കേണ്ട ഡോക്ടർ സൈക്യാട്രിസ്റ്റാണ്. അത് കേട്ടതോടെ അദ്ദേഹത്തിന് വളരെയേറെ വിഷമമാണ്. ഈ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്തിനാണ് ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചതെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് വന്നത് പാനിക് അറ്റാക്കാണ്. പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് മനസ്സുപരമായിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സുപരമായിട്ടുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്തേക്കോ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് പാനിക് അറ്റാക്ക്. ഈ പാനിക് അറ്റാക്ക് വരുന്നവരുടെ അവർക്ക് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞതുപോലെ നെഞ്ഞടപ്പ് കൂടും, അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവും, തൊണ്ടയ്ക്ക് ഉണങ്ങിയതുപോലെ അനുഭവപ്പെടും, വയറിനുള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവാം, അവർക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, കക്കൂസിൽ പോകണമെന്ന് തോന്നും, കൈയൊക്കെ വിറക്കാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും, പെട്ടെന്ന് ഞാനെന്തോ ഇപ്പോൾ കൊളാപ്സായി മരിക്കാൻ പോവാണ്, ഞാൻ വീഴാൻ പോവാന്നൊക്കെ. ഒക്കെ പാനിക് അറ്റാക്കാണ്. ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന സമയത്തേക്ക് ഇത് ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ളൊരു അറ്റാക്കൊന്നുമല്ല. ഈ അറ്റാക്ക് കൊണ്ട് മരിക്കുമെന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ശരീരവും മനസ്സും വേറെ വേറെയല്ല. ശരീരവും മനസ്സും ഒന്ന് തന്നെയാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ് മനസ്സ്. അപ്പം മനസ്സിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ശരീരത്തിലേക്കും ബാധിക്കാം. ചിലർക്ക് തലവേദന ഉണ്ടാവാം, ചിലർക്ക് ഇതുപോലെ പാനിക് അറ്റാക്ക് ഉണ്ടാവാം, ചിലർക്ക് തളർച്ചകൾ ഉണ്ടാവാം, ക്ഷീണമുണ്ടാവാം. ശരീരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൂടിയാവാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനോ അവരോട് മീറ്റ് ചെയ്യാനോ മടി കാണിക്കരുത്. താങ്ക് യു.